വിശ്വാസ പ്രമാണത്തോട് നാം കാണിക്കുന്ന അപമര്യാദ. ഏവർക്കും സ്വാഗതം. പരമ്പരാഗതമായി നാം അനുഷ്ഠിച്ചു വരുന്ന മത ആചാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അവിഹിതങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ യാതൊരു അവസരവും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കില്ല. മറ്റുള്ള മതത്തിലെ വിശ്വാസികളുടെയും അവസ്ഥ അത് തന്നെയാണ്. പക്ഷേ ഇവിടെ എൻ്റെ പ്രതിപാദ്യ വിഷയം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ അവസ്ഥയെ പറ്റിയാണ്. വിശ്വാസം ഏറ്റുചൊല്ലുന്നത് ഞായറാഴ്ച തോറും ക്രിസ്ത്യാനികൾ ആചരിച്ചു വരുന്ന ആരാധനയുടെ ഭാഗമാണ്. അത് സഭാ വിഭാഗങ്ങളുടെ വ്യത്യാസമനുസരിച്ച് അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എങ്കിലും ഇത് പൊതുവായ ഒരു പ്രശ്നമായതുകൊണ്ട് ഇത് അവഗണിക്കുന്നത് കർത്തവ്യരാഹിത്യത്തിന് തുല്യമാകും എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. വളരെ ലളിതമായ ഒരു ചോദ്യമാണ് നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രം. നാം ഇപ്പോൾ ഞായറാഴ്ച തോറും ആചരിച്ചു വരുന്നത് പോലെ വിശ്വാസ പ്രമാണം ഒരു കൂട്ടമായി പുരോഹിതനെ അനുഗമിച്ചോ അല്ലാതെയോ ചൊല്ലാൻ സാധിക്കുമോ? അങ്ങനെ വിശ്വാസ പ്രമാണം കൂട്ടം കൂട്ടമായി ചൊല്ലുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, ന്യായമുണ്ടോ, പ്രസക്തിയുണ്ടോ? അതിനെ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുമോ? ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. എനിക്ക് CSI ആരാധനാക്രമം നന്നായി പരിചയമാണ്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ CNIയുടെ ആരാധനാക്രമവും നന്നേ പരിചിതമാണ്. ഇതിലൊക്കെയും ആരാധന ആരംഭിക്കുമ്പോൾ പറയുന്ന വാക്യമാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അത് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതിൽ അടങ്ങിയിരിക്കുന്ന ചുമതല എന്താണെന്നോ ആരും അന്വേഷിക്കാറില്ല. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുന്ന അച്ചടക്കത്തിൽ തീർച്ചയായും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആരാധനയിൽ നാം ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അർത്ഥമോ അതിൽ സത്യത്തിൻ്റെ കണികയുണ്ടോ എന്ന ഒരു അന്വേഷണം, അത് ഉറപ്പുവരുത്താനുള്ള കടമ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് എന്നതാണ് യേശു സൂചിപ്പിക്കുന്നത്. അർത്ഥശൂന്യമായ കാര്യങ്ങൾ ദൈവ സ്വഭാവത്തിനോടും ഈ ലോകത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോടും യാതൊരു പൊരുത്തവുമില്ലാതെ ചില ആളുകൾക്ക് ഏതോ കാലഘട്ടങ്ങളിൽ തോന്നിയ കാര്യങ്ങൾ തത്ത പോലെ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനയ്ക്ക് തുല്യമാണെന്ന് പറയുന്നതിനെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ, യേശുവിൻ്റെ പഠിപ്പീരുടെ വെളിച്ചത്തിൽ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഏവരെയും അറിയിക്കട്ടെ. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന പോലെ നമുക്ക് വിശ്വാസ പ്രമാണത്തെ ജനത്തെ കൊണ്ട് തത്ത ചൊല്ലുന്നത് പോലെ ആവർത്തിപ്പിക്കുന്ന ഈ വളരെ പ്രതിഷേധാർഹമായ പരിപാടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, പരമ്പരാഗതമായി നാം അനുവർത്തിച്ചു വരുന്ന ആചാരങ്ങളിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പലർക്കും അത് വിമ്മിഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ ആചാരങ്ങളുടെ അടിമയാണ്. മാൻ ഇസ് എ സ്ലേവ് ടു ഹാബിറ്റ്സ്. ഇത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കണം. എന്നാൽ ഇങ്ങനെയുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിജീവിച്ചിട്ടാണ് മനുഷ്യൻ ആത്മീയമായി പുരോഗമിക്കുന്നത് എന്നുകൂടെ യേശുവിൻ്റെ മാതൃകയെ ആശ്രയിച്ചുകൊണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ഇടയാകണം. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ യഹൂദ മത അനുയായികൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് നിവർത്തിച്ചു കൊണ്ടിരുന്ന ആചാരങ്ങളെ
യേശു അർത്ഥശൂന്യമായി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അന്നത്തെ പുരോഹിത വർഗം നിഷ്കർഷിച്ച ഒന്നും തന്നെ യേശു നിർവഹിച്ചിരുന്നില്ല. അവ അർത്ഥശൂന്യമാണ് എന്ന് പ്രകടമായി പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ആചാരങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ തന്നെ പ്രധാനമായും യഹൂദ മതത്തിൻ്റെ 3 നെടുന്തൂണുകളായ ദാനധർമ്മം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പിന്നെ ഉപവാസം അനുഷ്ഠിക്കുന്നതും, ആംസ് ഗിവിങ്, പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്, അത് നിങ്ങൾ നടത്തുന്ന രീതി വളരെ അപഹാസ്യമാണ് എന്ന് യേശു പറയുന്നത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ആചാരങ്ങളെ വിമർശനാത്മകമായി സമീപിക്കണമെന്നത് യേശുവിൻ്റെ മാതൃകയിൽ കൂടെ നാം സ്പഷ്ടമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരടിസ്ഥാന ആത്മീയ കടമയത്രേ. ഇത്രയെങ്കിലും മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ്. അതിൻ്റെ ഉദാഹരണമായിട്ടെങ്കിലും നമുക്ക് ഈ ഒരു ആചാരത്തെ അല്പം സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ സ്വതന്ത്രമായി ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കാം. നമ്മുടെ പാരമ്പര്യത്തിൽ വിശ്വാസ പ്രമാണത്തിന് 2 മുഖ്യ ആവിഷ്കാരങ്ങളാണ് ഉള്ളത്. ഒന്ന് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം, 2 നിഖ്യ വിശ്വാസ പ്രമാണം. അപ്പോസിൽസ് ക്രീഡ് എന്നും നൈസിയൻ ക്രീഡ് എന്നും ഇംഗ്ലീഷിൽ പറയും. നിങ്ങൾ ഈ 2 വിശ്വാസ പ്രമാണങ്ങളുടെയും ടെക്സ്റ്റ് പരിശോധിച്ചാൽ വളരെ ശ്രദ്ധേയമായ, വളരെ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതെന്താണ്? വിശ്വാസം എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ അവസ്ഥയാണ്. ഒരു കൂട്ടത്തിന് വിശ്വാസമുണ്ടാകുവാൻ സാധ്യമല്ല. ഫെയ്ത്ത് ഈസ് നോട്ട് ആൻഡ് ക്യാൻ നെവർ ബി എ ക്രൗഡ് ഫിനോമിനൻ. ദയവായി മനസ്സിലാക്കുക. വിശ്വാസം എന്നത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവമല്ല. ആൾക്കൂട്ടത്തിന് ഒന്നും വിശ്വസിക്കാനുള്ള കഴിവില്ല. വിശ്വാസം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം കഴിവാണ്. ഒരു കൂട്ടത്തിന് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുമ്പോൾ വിശ്വാസം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾ അല്പം ക്ഷമയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആന്തരികമായ വിടുതലുണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, മൃഗങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസം എന്നത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകമായ കടമയാണ്. ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന ഒരു മൃഗത്തെയും നമുക്കറിവില്ല, പരിചയമില്ല. രാത്രിയിൽ പട്ടി ഓളിയിട്ടാൽ അത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതിലർത്ഥം കണ്ടെത്തുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഓളിയിടുന്ന പട്ടിക്ക് പോലും അങ്ങനെ ഒരു അവകാശമില്ല. അല്ലെങ്കിൽ അമറുന്ന കഴുത, ചിഹ്നം വിളിക്കുന്ന ആന, ഇവയൊന്നും ദൈവത്തെ ആരാധിക്കാനല്ല ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. മൃഗതുല്യമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുകൾ അതെങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്, അതിന് മറുഭാഷ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആഭാസതരത്തിലേക്ക് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. അത് വേറെ ദിവസമായിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കും, മനുഷ്യർക്ക് മാത്രമേ ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വിവക്ഷ നൽകുമ്പോൾ ആരാധിക്കുന്ന മൃഗമാണ് മനുഷ്യൻ. മാൻ ഈസ് എ വേർഷിപ്പിംഗ് ആനിമൽ എന്നൊരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്. കാരണം ആരാധിക്കുക എന്നത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഒരു പ്രത്യേകതയുള്ള സ്വഭാവമാണ്, ഘടകമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുമെങ്കിൽ നീ അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. മൃഗങ്ങൾ കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെയും ഇവിടെയും അല്പം ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവായി നോക്കുമ്പോൾ കൂട്ടമായി. ഇപ്പോൾ വ്യക്തിത്വമുള്ള ഒരു മൃഗത്തെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന ആനയ്ക്ക് നല്ല വ്യക്തിത്വമുണ്ട്, ഇന്ന കഴുതയ്ക്ക് നല്ല വ്യക്തിത്വമുണ്ട്, ഇന്ന കാക്കയ്ക്ക് നല്ല വ്യക്തിത്വമുണ്ട് എന്നൊന്നും പറയാറില്ല. വ്യക്തിത്വം എന്നത്
മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ ഈ വ്യക്തിത്വം എന്നത് വ്യക്തിയുടെ അനുഭവമാണ്. ഒരു വലിയ ജനക്കൂട്ടത്തിന്, ഒരു ആൾക്കൂട്ടത്തിന് വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്നത് ശുദ്ധ ഭോഷത്വമാണ്. അപ്പോൾ മനുഷ്യൻ മൃഗതുല്യമായ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്നു, അവൻ പുരോഗമിച്ചു എന്നതിൻ്റെ തെളിവാണ് അവൻ വ്യക്തിപരമായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് വെളിപ്പെട്ട് വരുന്ന സത്യത്തെ മാനിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പം മൃഗങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മൃഗങ്ങളും അന്വേഷിക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മൃഗങ്ങളുടെ അന്വേഷണം വളരെ പരിമിതമാണ്, അതിൻ്റെ ലക്ഷ്യം വളരെ പരിമിതമാണ്. വയറിന് ആഹാരം, പിന്നെ കിടന്നുറങ്ങാൻ എവിടെയെങ്കിലും ഒരു കോണ്, പിന്നെ അടുത്ത സന്തതിയെ ജനിപ്പിക്കാനുള്ള മാർഗം. ഇതിനപ്പുറത്തൊന്നും ഒരു മൃഗവും അന്വേഷിക്കാറില്ല. ഉദാത്തമായ ആശയങ്ങളോ ഉന്നതമായ സാധ്യതകളോ ഒന്നും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സെമിനാർ നടത്തുന്ന ഒരു മൃഗത്തെയും നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യന് മാത്രമേ ഇത് ബാധകമാകുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങൾ കൂട്ടം കൂട്ടമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ വ്യക്തിപരമായി ചിന്തിക്കുവാനും അതുകൊണ്ട് തന്നെ വിശ്വസിക്കുവാനും അവരിടയാകുന്നു. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറയുന്നത് നിങ്ങൾ നിധി അന്വേഷിക്കണമെന്നല്ല, ആത്മീയമായ സത്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ്. തീർച്ചയായും യേശു അതാണ് ഉദ്ദേശിച്ചത്, തന്നെ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഇപ്പോൾ കാള പറ്റുന്ന പറഞ്ഞാൽ കയറെടുക്കാൻ പോകരുത് എന്നതാണ് യേശുവിൻ്റെ നിലപാട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയില്ല. എന്ന് മാത്രമല്ല, ചിന്തിക്കുന്നവൻ നിഷേധിയാണ്, ദൈവദ്രോഹിയാണ്, അവനെ എത്രയും പെട്ടെന്ന് അടിച്ച് വെളിയിൽ കളയണം എന്ന ധാരണ മാത്രമേ നമുക്കുള്ളൂ. നാം യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ യേശു ചിന്തിച്ചു എന്നതിന് വല്ല സംശയമുണ്ടോ? യേശു യഹൂദ ആൾക്കൂട്ടത്തിൻ്റെ ഒരു അംഗമായി നിന്നിരുന്നുവെങ്കിൽ നാം ആരും ക്രിസ്ത്യാനികളാകുമായിരുന്നില്ല. യേശുവിൽ കാണുന്നത് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയവും അഭൗമമായ ആവിഷ്കാരമാണ്. ആ ഒരു അവസ്ഥയിൽ മാത്രമേ മനുഷ്യന് ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും കണ്ടെത്തുന്നതിനെ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വലിയ വ്യത്യാസം, മൃഗങ്ങൾ കൂട്ടമായി നിൽക്കുകയും പ്രവർത്തിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ വ്യക്തിയായിട്ടാണ് വളരുന്നത്. ഇപ്പം നിങ്ങൾ ഒരു മലയാളിയാണ്, ഞാനൊരു മലയാളിയാണ്. ഞാൻ മലയാളിയായിട്ടല്ല വളരുന്നത്, ഞാനൊരു വ്യക്തിയായിട്ടാണ് വളരുന്നത്. അങ്ങനെ വളരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമായി മലയാളക്കര അല്ലെങ്കിൽ കേരളമുണ്ട്, നമ്മൾ പൊതുവെ ഒരു ഭാഷ സംസാരിക്കുന്നു. പക്ഷേ എൻ്റെ വളർച്ചയും ഇതേ ഭാഷ സംസാരിക്കുകയും ഇതേ ഭൂമിയിൽ വസിക്കുകയും ചെയ്യുന്ന മറ്റൊരു മലയാളിയുടെ വളർച്ചയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള സമാനതയും ഉണ്ടാകുവാൻ, അങ്ങനെ എൻ്റെ വളർച്ചയെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമവും ഈ ഭൂമിയിലല്ല, ലോകത്തിലുണ്ടാകാൻ സാധ്യവുമല്ല. ഓരോരുത്തരും വളരേണ്ടത് വ്യക്തിപരമാണ്. മനുഷ്യൻ സാമൂഹ്യ സൃഷ്ടിയാണ്, സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് അവൻ പരസ്പരം സഹകരിക്കണം. പക്ഷേ അവൻ്റെ വളർച്ച, അവൻ്റെ ബൗദ്ധികവും ധാർമ്മികവും ആത്മീയവും സാംസ്കാരികവുമായ വളർച്ച അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. കൂട്ടമായിട്ട് ആരും വളരുന്നില്ല, കൂട്ടമായി നിൽക്കുന്നവർ വളരുകയുമില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വളരാത്തത്. സഭയ്ക്കപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയാത്ത ക്രിസ്ത്യാനികൾ വളരാത്തതിൻ്റെ കാര്യം, അവർ മൃഗതുല്യമായി ഈ ആൾക്കൂട്ടത്തിലെ എലിയാമയെ പോലെ നിൽക്കുകയാണ്. വ്യക്തിപരമായി അന്വേഷിക്കണമെന്നോ ചിന്തിക്കണമെന്നോ കണ്ടെത്തണമെന്നോ യേശുവിൻ്റെ ഏതെങ്കിലും നിർദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നോ അത് അനുഭവത്തിൽ കൊണ്ടുവരണമെന്നോ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ഉണ്ടോ എന്ന് എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചാലായി. സാധാരണ അങ്ങനെ ആരെയും കാണാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ സത്യം. അപ്പോൾ സഭാപരമായ നടപടിയിൽ നടക്കുന്നത് ഒരു വ്യക്തിയെ പോലും വ്യക്തിയായി കണ്ട് അവൻ്റെ വ്യക്തിപരമായ അവസ്ഥയോട് ബന്ധം പുലർത്തി അർത്ഥവത്തായ ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ കൂട്ടാക്കുന്ന ഒരു സഭയും കേരളത്തിലില്ല, ലോകത്തെങ്ങുമില്ല. കാരണം സഭയുടെ രൂപീകരണത്തിൽ
അപ്രകാരമുള്ള ഒരു ചുമതലബോധം ഉണ്ടാകുവാൻ സാധ്യമല്ല. ലോകത്തിലെമ്പാടും നാം കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം ഒരു സ്ഥാപനമായി ആവിഷ്കരിക്കപ്പെട്ടാൽ, ഒരു തത്വശാസ്ത്രം, ഒരു രാഷ്ട്രീയ മീമാംസ, ഒരു സാംസ്കാരികമായ ദർശനം, ഇതൊക്കെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ടാൽ പിന്നെ ആ ആശയ സംഹിതയെ മുഴുവനും മറന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ, ഈ ആശയത്തിൽ നിന്ന് ഉദിച്ച സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ മാത്രം ലാക്കാക്കിയാണ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി ആ സ്ഥാപനത്തിൻ്റെ ഉറവിടമായ ആശയ സംഹിതയെ കുരുതി കഴിക്കേണ്ടി വന്നാൽ യാതൊരു പ്രയാസവുമില്ലാതെ അതും ചെയ്തിരിക്കും. അത് ലോക ചരിത്രം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവും സഭയും തമ്മിൽ എപ്പോഴും ഒരു വലിയ പൊരുത്തക്കേടുണ്ട് എന്നത് വേദപുസ്തകം നമ്മെ അറിയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവിസ്മരണീയമായ ഉദാഹരണമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ലൗദോക്യ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിന് അവകാശമില്ല എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല, മറ്റ് പല സൂചനകളും സുവിശേഷങ്ങളിലുണ്ട് എന്നത് ഈ തരുണത്തിൽ സ്മരണീയമത്രേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൊരുത്തക്കേട് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു കാര്യമാണ്. സഭ ആവിഷ്കരിക്കപ്പെടുന്നത് കൂട്ടം കൂട്ടമായിട്ടാണ്. പക്ഷേ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതം വ്യക്തിപരമാണ്. ഇത് പറയുമ്പോൾ പറയരുതാത്തത് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം ഇത് നിങ്ങളുടെ അനുഭവത്തിലില്ല. ആ അനുഭവത്തിൽ വരാതിരിക്കുന്ന ക്രമീകരണത്തിലാണ് നിങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടത്, ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ട് അങ്ങനെ നിൽക്കുന്നത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ യേശുവിനെ കേന്ദ്രീകരിച്ച് ചിന്തിച്ചാൽ യേശു ഒരു ആൾക്കൂട്ടത്തിൻ്റെയും ഭാഗമായിരുന്നില്ല. അതുകൊണ്ടാണ് ആൾക്കൂട്ടം അവനെ തേടി വന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുത്താൽ ആൾക്കൂട്ടത്തിന് പോലും നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും, നന്മയുണ്ടാകും. നിങ്ങൾ വെറും ഒരു ആൾക്കൂട്ടത്തിൻ്റെ അംഗമായി നിന്നാൽ ആൾക്കൂട്ടത്തിന് പോലും നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഇതാണ് ഇന്നത്തെ സത്യം. അതുകൊണ്ടാണ് യേശു അന്നത്തെ യഹൂദ മതപുരോഹിതന്മാരുടെ സമീപനത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അറിയുകയും മനസ്സിലാക്കുകയും അവൻ്റെ അവസ്ഥയുടെ പ്രത്യേകതയനുസരിച്ച് അവനോട് ഇടപെടുകയും ചെയ്തത് എന്നത് 4 സുവിശേഷങ്ങളും ഒന്നുപോലെ സന്ദേഹത്തിന് മാർജിനില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഉദാഹരണങ്ങൾ ഉന്നയിച്ച് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമത്തിന് ഇപ്പോൾ തുനിയുന്നില്ല. നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, യേശു ഏറ്റവും പ്രത്യേകം ശ്രദ്ധിച്ചത് വ്യക്തികളായി ആളുകളോട് ഇടപെടുവാനും അങ്ങനെ വ്യക്തിപരമായി അവരെ മനസ്സിലാക്കി അവരുടെ വ്യക്തിപരമായ അവസ്ഥയുടെ പ്രത്യേകതയിൽ അവർക്ക് വിടുതൽ നൽകുവാനുള്ള ശ്രമമാണ്. ആൾക്കൂട്ടത്തിനോട് അങ്ങനെ ഇടപെടുവാൻ സാധ്യമല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അടിത്തറ യേശുവിൻ്റെ ദർശനത്തോട് പൊരുത്തമില്ലാത്തതാണ്. സഭയുടെ അടിത്തറ ആൾക്കൂട്ടമാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു പള്ളിയുടെ പ്രാധാന്യം നാം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന പള്ളിയിൽ, ഇപ്പോൾ തിരുവനന്തപുരം പാളയത്തുള്ള ക്രൈസ്റ്റ് ചർച്ചിൽ 1100 കുടുംബങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ദൈവം കൂടുതൽ നേരം ഇങ്ങനെ കറങ്ങും എന്നാണ് നമ്മുടെ വിചാരം. കാരണം നമ്മുടെ ചിന്ത രീതി അങ്ങനെയാണ്, നമ്മുടെ കാൽപ്പനികത അങ്ങനെയാണ്, നമ്മുടെ ഇമാജിനേഷൻ അങ്ങനെയാണ് നമ്മെ പരിശീലിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പഠിപ്പീരുകളിൽ എപ്പോഴും ഈ മർമ്മത്തെ അതിജീവിച്ച് വ്യക്തികളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് യേശു യെരൂശലേം ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടെ ഭണ്ഡാരത്തിൽ ആളുകൾ വന്ന് പണം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ 2 കൊച്ചു കാശുകളിട്ട ഒരു വിധവയെ നിങ്ങൾ ശ്രദ്ധിക്കാനായി യേശു പറയുന്നുണ്ട്. അങ്ങനെ ഏതെല്ലാം സംഭവങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിന്മേലായിരുന്നില്ല ശ്രദ്ധ, വ്യക്തികളിന്മേലായിരുന്നു. നമുക്കറിയാം കാണാതെ പോയ ആടിൻ്റെ ഉപമ. 100 ആടുണ്ട്, അതിൽ 1 നഷ്ടപ്പെട്ടു. നമ്മുടെ ചിന്തയനുസരിച്ച് 1 പോയാൽ പോട്ടെ,
ഈ 99-എങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം കാണാതെ പോയതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി 99-നെയും വിട്ടിട്ട് പോയി അതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കി ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു ആട്ടിടയനെ യേശു കാണിക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് എന്ത് പറയാനാണ്? അപ്രകാരമുള്ളൊരു സമീപനം ഒരു സഭയ്ക്കും ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം സഭ പണിതിരിക്കുന്ന അടിത്തറ ഈ 99-ന്റെ അടിത്തറയാണ്, 1-ന്റെ അടിത്തറയല്ല. ഇത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഭയുടെ എല്ലാ ക്രമീകരണങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലും ഈ ആൾക്കൂട്ടത്തെ കേന്ദ്രീകരിച്ചുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരുടെ അവസ്ഥയെ അറിഞ്ഞുള്ള അവർക്ക് പ്രയോജനം വരുന്ന വിധത്തിലുള്ള ഒരു സമീപനവും ക്രമീകരണവും ശുശ്രൂഷയും സഭകളിലില്ല. ഇതാണ് ഇന്നത്തെ സത്യം. സത്യം പറയുന്ന ആർക്കും ദഹിക്കത്തില്ല എന്ന് അറിയാം, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വിശ്വാസ പ്രമാണം ഒന്ന് മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 വിശ്വാസ പ്രമാണങ്ങൾ നമുക്കുണ്ട്. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണമുണ്ട്, നിത്യവിശ്വാസ പ്രമാണം. ഇത് രണ്ടും ആരംഭിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ. വി ബിലീവ് എന്നല്ല പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല പറയുന്നത്. കാരണം എന്താണ്? ഈ വിശ്വാസ പ്രമാണം എഴുതിയവർക്കറിയാം വിശ്വാസം എന്നത് ഓരോ വ്യക്തിയുടെ അനുഭവമാണ്, ഒരു കൂട്ടത്തിൻ്റെ അനുഭവമാകാൻ ഒരു വിധത്തിലും സാധിക്കില്ല. അങ്ങനെ ആയിരിക്കെ, അതുപോലെ പ്രകടമായ സത്യമായിരിക്കെ, മാറ്റമില്ലാത്ത സത്യമായിരിക്കെ, എങ്ങനെയാണ് ഞായറാഴ്ച തോറും ജനങ്ങളെ കൊണ്ട് ഈ പറയുന്ന ഒരു കാര്യത്തിൻ്റെയും അർത്ഥം എന്ത് എന്ന് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം യാതൊരു വിധത്തിലുള്ള ക്രമീകരണം ഒരു കാലത്തും നടത്താതെ ഈ വാക്കുകൾ കൂട്ടം കൂട്ടമായി ജനങ്ങളെ കൊണ്ട് തത്ത ചൊല്ലുന്ന പോലെ ചൊല്ലിക്കുന്നത്, അത് ആ ജനത്തോടും യേശുവിനോടും കാണിക്കുന്ന അപരാധമല്ലയോ? ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങളൊരു ശ്രമം നടത്തണം. നിങ്ങൾ കേരളത്തിലെ മുഖ്യമായ 4, 5, 6 സഭകളിലെ വളരെ ആത്മാർത്ഥമായി ഞായറാഴ്ച തോറും യാതൊരു മുടക്കമില്ലാതെ ആരാധനയിൽ പങ്കെടുത്ത് വിശ്വാസ പ്രമാണങ്ങളെ ഇപ്രകാരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഒരു 100 പേരെ കണ്ടുപിടിച്ച് അവരോട് വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ അംശം എടുത്തിട്ട് ചോദിക്കണം, നിങ്ങളിത് വിശ്വസിക്കുന്നു? ഉദാഹരണമായിട്ട് കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് എന്ന് 99% ആളുകളും പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താണ് അനുഭവപ്പെടേണ്ടത്? അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കണം? അതിൽ മൂലം നമ്മുടെ ജീവിതത്തോട് നാം എന്താണ് ഇതും നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ വാ പൊളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അർത്ഥമില്ലാതെ യാന്ത്രികമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ആരാധന എന്ന പേര് കൊടുത്താൽ നാം ആരാധന എന്ന ആശയത്തെയും ആരാധന എന്ന വാക്കിനെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വിശ്വാസ പ്രമാണം 10 അല്ല 20 അല്ല 50 വർഷം ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ചൊല്ലിച്ചാൽ അവരിൽ ആരെങ്കിലും ഒരു വ്യക്തി ഒരു 50 ലക്ഷം ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് എന്നാണ് ധാരണ. 50 അല്ല 60 ലക്ഷം. അതിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരുകയില്ല. ആ ലക്ഷ്യം വെച്ചുള്ള പരിപാടിയുമല്ല ഇത്. പിന്നെ ഇതെന്താണ്? ഈ ജനം സഭയുടെ അവകാശമായ ഒരു കൂട്ടമാണ്. ഇപ്പോൾ ആ കന്നുകാലി കൂട്ടം എൻ്റേതാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആട്ടിൻ കൂട്ടം എൻ്റേതാണ് എന്ന് പറയുന്നത് പോലെ, ഞാൻ ചൊല്ലിക്കൊടുക്കുന്ന ഈ വാക്കുകൾ ഈ ജനം അതുപോലെ ഉരുവിടുന്നു, ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയുടെ അധികാരത്തിൻ്റെ കീഴിലാണ് അവർ എന്ന ഒരു ധാരണ നിലനിർത്തുന്നതിനപ്പുറത്ത് ഈ പ്രക്രിയയ്ക്ക് ആരാധനയുടെ ഭാഗമെന്ന് നാം വിശ്വസിക്കുന്ന ഈ ഭാഗത്തിന് ആത്മീയമായി വിശ്വാസപരമായി യാതൊരു പ്രസക്തിയുമില്ല എന്നത് ദയവായി മനസ്സിലാക്കുക. ഒരടിസ്ഥാന പ്രമാണം നിങ്ങൾ മനസ്സിലാക്കിയത്, അതായത് വിശ്വാസം എന്നത് വ്യക്തിപരമാണ്. ഞാൻ വിശ്വസിക്കുന്നു.
അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ട്? അങ്ങനെ ഒരു കാര്യമില്ല യാതൊരു വിധത്തിലും. കാരണം എന്താ ഞാൻ പറയാം, വിശ്വാസം എന്നത് പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. ഇപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഓരോ ആത്മീയമായ ചുവടുവയ്പും ഓരോ വ്യക്തിയും വ്യക്തിപരമായുള്ള ചിന്തയിൽ, അന്വേഷണത്തിൽ, മനസ്സിലാക്കുന്നതിൽ പൊന്തി വരുന്ന, ഉദിച്ചു വരുന്ന ചുമതല ബോധത്തിൽ നിന്ന് പുറപ്പെടുന്ന തീരുമാനങ്ങളാണ്. ഒരു ആൾക്കൂട്ടം അങ്ങനെ തീരുമാനിക്കുകയോ ആത്മീയമായി പ്രവർത്തിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യില്ല. ഒരാൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ആ ആളിനെ നിരുപാധികമായി അനുസരിക്കും. ആ ആൾ എന്ത് പറഞ്ഞാലും ചെയ്യും. കുഴി ചാടുന്നത് പറഞ്ഞാൽ കുഴി ചാടും. ആ ഒരവസ്ഥയിൽ മനുഷ്യനെ ആക്കി തീർക്കാൻ ഈ ഒരു പരിപാടി സഹായിക്കുമെന്നല്ലാതെ വ്യക്തികളുടെ വിശ്വാസ വളർച്ചയ്ക്ക് ഇതിന് യാതൊരു സംഭാവനയും നൽകുവാൻ കഴിയുകയില്ല എന്ന അടിസ്ഥാനപരമായ ലളിത സത്യം, പ്രകടമായ സ്പഷ്ടമായ സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാലം വളരെ വളരെ വൈകിയിരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എളിയ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ ഈ ഒരു അവസ്ഥയെ, ഈ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നിങ്ങളുടേതായ തീരുമാനത്തിലെത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നമസ്കാരം.